പ്രതിപക്ഷം കനിഞ്ഞു. പാലാ നഗരസഭയിൽ തന്റെ കന്നി ബജറ്റ് അവതരിപ്പിച്ച് മായ രാഹുൽ. വെറും 6 മാസത്തേക്ക് മാത്രം വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തിരിക്കുന്ന മായ രാഹുലിന് തന്റെ കന്നി ബജറ്റ് അവതരിപ്പിക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു ബജറ്റ് അവതരണത്തിന് മുന്നോടിയായിട്ടുള്ള ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം വരെ. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷമുള്ള പ്രതിപക്ഷം എതിർത്താൽ മായ രാഹുലിന് തന്റെ കന്നി ബജറ്റ് അവതരിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ വന്നാൽ മായയ്ക്ക് പകരം നഗരസഭാ ചെയർപേഴ്സൺ ബജറ്റ് അവതരിപ്പിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ചർച്ചകളെ തുടർന്ന് പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് മായ രാഹുൽ അറിയിച്ചതോടെ പ്രതിപക്ഷം അയഞ്ഞുകൊടുത്തു. തങ്ങൾ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് പുതിയ UDF ഭരണസമിതിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും അതുകൊണ്ട് തന്നെ അതിന് തങ്ങൾ തടസ്സം നിൽക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് ബിജു പാലുപടവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒപ്പം തങ്ങൾ മുന്നോട്ട് വെച്ച 4 നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനും ഭരണപക്ഷം തയ്യാറായതുകൊണ്ടാണ് ബജറ്റ് അവതരണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ തങ്ങൾ ശ്രദ്ധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സ്വീകരിച്ച തീരുമാനങ്ങൾ ഭരണപക്ഷത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെ എതിർപ്പ് വന്നാലും പ്രശ്നമാകുമെന്ന് തീർച്ച. പ്രധാനമായും 4 നിർദ്ദേശങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന്, പാലാ KM മാണി സ്മാരക ജനറൽ ആശുപത്രി സംബന്ധിച്ചുള്ളതാണ്. കാഷ്വാലിറ്റിയിൽ വാഹനങ്ങളുടെ പാർക്കിങ്ങിന് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് നേരിടാൻ നിലവിലുള്ള കാരുണ്യ ഫാർമസി കെട്ടിടം പൊളിച്ചുമാറ്റി പാർക്കിംഗ് ഏരിയയിലേക്ക് ഒരു റാമ്പ് സംവിധാനം കൊണ്ടുവരണമെന്നായിരുന്നു പ്രതിപക്ഷം മുന്നോട്ട് വെച്ച നിർദ്ദേശം. റാമ്പിന് താഴെയായി കാരുണ്യ ഫാർമസിക്ക് പ്രവർത്തനം നടത്താവുന്നതാണ്. മുനിസിപ്പാലിറ്റിയുടെ ഓപ്പൺ ജിമ്മിന് മുകളിലായി ഒരു വനിതാ ഫിറ്റ്നസ് സെന്റർ നിർമ്മാണം നടത്തണം എന്നതായിരുന്നു രണ്ടാമത്തെ ആവശ്യം. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള അംഗീകൃത കോളനികളായ നെല്ലിത്താനം, പെരുമലക്കുന്ന് ജനതാ കോളനികൾ സർക്കാരിന് വിട്ടു നൽകണമെന്നും അതുവഴി അവർക്ക് പട്ടയം ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നതുമായിരുന്നു മൂന്നാമത്തെ നിർദ്ദേശം. കൂടാതെ കോളനികളുടെ മെയിൻ്റനൻസിനായി 20 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തണമെന്ന നിർദ്ദേശവും വെച്ചിട്ടുണ്ട്. നാലാമത്തെ നിർദ്ദേശം നിർദ്ദിഷ്ട തൂക്കുപാലം പദ്ധതി സംബന്ധിച്ചുള്ളതായിരുന്നു. തൂക്കുപാലത്തിനായുള്ള തുക തങ്ങൾ മുൻപ് നിർദ്ദേശിച്ചിരുന്നത് പോലെ വികസന ഫണ്ടിലേക്ക് വെക്കാൻ അംഗീകരിച്ചു. എങ്കിൽ മാത്രമേ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്ന് തങ്ങളുടെ പ്രായോഗിക പരിചയത്തിന് പുറത്ത് നൽകിയിരുന്ന നിർദ്ദേശം അംഗീകരിക്കാൻ നിലവിലെ ഭരണസമിതി തയ്യാറായി എന്നും ബിജു പാലുപടവൻ പറഞ്ഞു. ഒപ്പം തന്നെ പദ്ധതിയുടെ രണ്ടാമത്തെ റീച്ചിനുള്ള ടോക്കണായി 10 ലക്ഷം രൂപ വകവയ്ക്കാനും തയ്യാറായി. അങ്ങനെ തങ്ങൾ മുന്നോട്ട് വെച്ച വികസന പദ്ധതികൾ അംഗീകരിക്കാൻ തയ്യാറായതും കഴിഞ്ഞ കാലത്ത് തങ്ങൾ തുടങ്ങിവെച്ച വികസന പദ്ധതികൾ നിർബന്ധം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഉറപ്പ് ലഭിച്ചതുകൊണ്ടുമാണ് ബജറ്റ് പാസാക്കാൻ ഞങ്ങൾ ഒപ്പം നിന്നതെന്നും പാലായുടെ വികസനം മാത്രമാണ് തങ്ങൾ മുന്നിൽ കാണുന്നതെന്നും അക്കാര്യത്തിൽ ഭരണപക്ഷം ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് തങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നും ബിജു പാലുപടവൻ പറഞ്ഞു. തന്റെ കന്നി ബജറ്റ് സഭയിൽ അവതരിപ്പിക്കാൻ സഹകരിച്ച പ്രതിപക്ഷത്തോടുള്ള നന്ദി മായ രാഹുൽ പ്രകടമാക്കുകയും ചെയ്തു. പ്രതിപക്ഷത്തിന്റെ ഈ നീക്കത്തോടെ ഭരണപക്ഷം തങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചാരണങ്ങൾക്ക് ചുട്ട മറുപടി നൽകാനായി എന്ന സന്തോഷത്തിലാണ് പ്രതിപക്ഷം.